ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബനാന സ്മൂത്തിയാണ്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ചേർന്നിട്ടുള്ള ഈ ബനാന സ്മൂത്തി ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബനാന സ്മൂത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ നല്ലപോലെ പഴുത്തൊരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ സ്മൂത്തിക്കകത്ത് ചേർക്കാനായിട്ട് നമുക്ക് നട്ട്സ് എല്ലാം ഒന്ന് അടിച്ചെടുക്കാം. കാഷ്യൂനട്ട് നമ്മൾ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനിയും ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ അടിച്ച് ചേർത്ത് പാലും ചേർത്ത് നമുക്ക് ഈ ബനാന സ്മൂത്തി ഒന്ന് അടിച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. 1 കപ്പ് നല്ല ചിൽഡായിട്ടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ഡേറ്റ്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുക്കാം. മധുരത്തിൻ്റെ ആവശ്യമില്ല. വേണ്ടവർക്ക് നമുക്ക് ഹണി ഒഴിച്ചു കൊടുക്കാം. അല്ലെ പഞ്ചസാര ചേർക്കേണ്ടവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം. അടിച്ചെടുത്ത സ്മൂത്തി നമുക്കൊന്ന് നോക്കാം. നന്നായിട്ട് ഡേറ്റ്സും എല്ലാം ഇതിനകത്ത് അടിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കാഷ്യൂനട്ട് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഈ സ്മൂത്തി എടുക്കാം. ഇല്ല രാത്രിയാണെങ്കിൽ ഈ സ്മൂത്തി വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമുക്കിതിന് ഗ്ലാസ്സിലേക്കൊന്ന് പകർത്താം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബനാന സ്മൂത്തി റെഡി ആയിരിക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 1/2 അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബനാന സ്മൂത്തി റെഡി ആയിരിക്കുകയാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.